ഇപ്പോൾ കോൺഗ്രസ് നേതാവ് അഡ്വക്കേറ്റ് വസന്ത് സിരേഖ് ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ വസന്ത്, ഇപ്പോൾ ഇന്ന് രാവിലെ മുതൽ ഈ നടക്കുന്ന രക്ഷാപ്രവർത്തനം അല്ലെങ്കിൽ അർജുന്റെ കുടുംബവും ഒരു നാടൊന്നാകെ അദ്ദേഹത്തിന് വേണ്ടി കാത്തിരിക്കുന്നു എന്ന വിവരം അങ്ങ് അറിഞ്ഞിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ അവിടുത്തെ ഇടപെടൽ അത് പര്യാപ്തമാണോ കർണാടക സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ളത്? എന്താണ് അങ്ങേക്ക് തോന്നുന്നത്? അല്ല, കാവ്യ, ആയതെല്ലാം ചെയ്യാൻ അവിടുത്തെ സർക്കാർ ശ്രമിക്കുന്നുണ്ട് എന്നാണ് അവിടുത്തെ സർക്കാർ വൃത്തങ്ങളും അതുമായി ചേർന്ന് നിൽക്കുന്നതുമായി സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. ബഹുമാനപ്പെട്ട കോൺഗ്രസിന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ശ്രീ KC വേണുഗോപാൽ കർണാടക മുഖ്യമന്ത്രിയുമായി നേരിട്ട് ഫോണിൽ സംസാരിക്കുകയും ആയതെല്ലാം ചെയ്യണമെന്ന് അദ്ദേഹത്തോട് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. നമ്മളെ കൊണ്ട് സാധിക്കുന്ന രീതിയിലെല്ലാം അവിടുത്തെ ഗവൺമെന്റിൽ നിന്ന് സമ്പൂർണ്ണ പിന്തുണ നേടിയെടുക്കാൻ സാധിച്ചിട്ടുമുണ്ട്. ഇപ്പോൾ അദ്ദേഹത്തിന്റെ കുടുംബത്തിനൊപ്പം അവരുടെ വിഷമത്തിനൊപ്പം ചേർന്ന് നിൽക്കുക എന്നതിൽ കൂടുതൽ, പ്രാർത്ഥനയോടുകൂടി കാത്തിരിക്കാം എന്നതിൽ കൂടുതൽ നമുക്കൊന്നും ചെയ്യാൻ സാധിക്കുന്ന ഒരു അവസ്ഥയല്ല കേരളത്തിലുള്ള നമ്മളെ സംബന്ധിച്ച് വ്യക്തിപരമായി ചെയ്യാൻ പറ്റുന്ന അവസ്ഥയില്ല. പ്രാർത്ഥനയോടുകൂടി നമ്മളും കാത്തിരിക്കുകയാണ്. അദ്ദേഹം ജീവനോടുകൂടി തന്നെ മടങ്ങി വരട്ടെ, അദ്ദേഹത്തെ കാത്തിരിക്കുന്നവരുടെ അടുത്തേക്ക് ജീവനോടുകൂടി തന്നെ മടങ്ങി വരട്ടെ എന്ന പ്രാർത്ഥനയാണുള്ളത്. അങ്ങ് ചോദിച്ച ചോദ്യം കർണാടക സർക്കാർ അവിടെ പര്യാപ്തമായി ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ്. അതിന്റെ കൃത്യമായ ഉത്തരമാണ് ഞാൻ പറഞ്ഞത്. അതായത് കോൺഗ്രസിന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി നേരിട്ട് അവിടുത്തെ മുഖ്യമന്ത്രിയുമായി സംസാരിക്കുകയും പര്യാപ്തമായതെല്ലാം, ഗവൺമെന്റിന് പര്യാപ്തമായതെല്ലാം ചെയ്യണമെന്ന് ഉറപ്പ് മേടിക്കുകയും ചെയ്തു. അല്ല, ഇപ്പോൾ 77 മണിക്കൂർ പിന്നിട്ടു. ഒരു മനുഷ്യൻ ഉൾപ്പെടെ, ഒരു മലയാളി ഉൾപ്പെടെയുള്ള നിരവധിയായിട്ടുള്ള മനുഷ്യർ ഈ മണ്ണിനടിയിൽ കുടുങ്ങിയിട്ട് കൃത്യമായൊരു കണക്ക് പോലും ഇപ്പോൾ സർക്കാരിന്റെ ഭാഗത്ത് ഇല്ല എന്നുള്ളതാണ് വസന്ത്, അതിന്റെ യാഥാർത്ഥ്യം. അതെ കാവ്യ, നോക്കൂ, ഇത് വളരെ അൺഎക്സ്പെക്ടഡ് ആയ ഒരു ഇവന്റ് ആണ്. നമ്മൾ ആരും പ്രതീക്ഷിച്ചതോ അല്ലെങ്കിൽ അവിടുത്തെ സർക്കാർ പ്രതീക്ഷിക്കുന്നതോ അല്ല. സ്വാഭാവികമായും അതുമായി ബന്ധപ്പെട്ട കണക്കെടുപ്പുകളേക്കാൾ കൂടുതൽ ഇപ്പോൾ രക്ഷാപ്രവർത്തനത്തിനാണ് സർക്കാരും സർക്കാർ വൃത്തങ്ങളും കൂടുതൽ ശ്രദ്ധ നൽകുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് നടക്കട്ടെ, അതിനുശേഷം നമുക്ക് പോസ്റ്റ്മോർട്ടത്തിലേക്ക് കടക്കുന്നതായിരിക്കും നല്ലത്. അല്ല, ഇതൊരു പോസ്റ്റ്മോർട്ടത്തിന്റെ ഘട്ടമല്ല പറയുന്നത്. ഇപ്പോൾ ഈ റഡാർ സംവിധാനം അടക്കം ഉപയോഗിക്കുന്നതിന്റെ അല്ലെങ്കിൽ കൂടുതൽ സാങ്കേതിക സംവിധാനങ്ങൾ, ശാസ്ത്രീയമായ വശങ്ങൾ അവലംബിക്കുന്നതിന്റെ ഒക്കെ സാധ്യതകൾ, നിരവധിയായിട്ടുള്ള ചർച്ചകൾ ഇപ്പോൾ രാജ്യത്തെങ്ങും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതുപോലെ നിരവധി ചാനൽ ചർച്ചകളടക്കം നടക്കുന്നുണ്ട്. അഡ്വക്കേറ്റ് വസന്ത്, ഇപ്പോൾ നമ്മുടെ ചർച്ചയിൽ തന്നെ പങ്കെടുത്തുകൊണ്ട് ശ്രീ രാജഗോപാൽ കമ്മത്തിനെ പോലെയുള്ള വിഷയ വിദഗ്ധർ പറയുന്നതും ഇപ്പോൾ നടക്കുന്ന ഈ ഓപ്പറേഷൻസ് ഒന്നും പര്യാപ്തമല്ല, കൃത്യമായൊരു സ്ട്രാറ്റജി പോലും ഇതുവരെ പ്ലാൻ ചെയ്യാൻ അവിടുത്തെ സംവിധാനങ്ങൾക്കായിട്ടില്ല എന്ന് തന്നെയാണ്. അല്ല, അത്തരം ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കപ്പെടുക തന്നെ വേണം. അത് കർണാടകയിലാണെങ്കിലും എവിടെയാണെങ്കിലും അത് പരിഹരിക്കപ്പെട്ടു തന്നെ പോകണം. ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോൾ കേന്ദ്രസേനയുമായി ബന്ധപ്പെട്ടുമൊക്കെ കൂടുതൽ ത്വരിതഗതിയിലുള്ള അന്വേഷണം നടത്താൻ വേണ്ടി ആ സർക്കാർ മുൻകൈ എടുക്കുന്നുണ്ട്. അതിലെന്തെങ്കിലും കുറവുണ്ടെങ്കിൽ സാധ്യമായതെല്ലാം കേരളത്തിൽ നിന്ന് കോൺഗ്രസ് നേതാക്കൾക്ക് അവിടെ മുഖ്യമന്ത്രിയും മറ്റ് സർക്കാർ വൃത്തങ്ങളുമായി സംസാരിക്കുക എന്നുള്ളതാണ്. അതെല്ലാം കൃത്യമായി പാർട്ടിയുടെ ഭാഗത്തു നിന്നുണ്ടാവും. അത് ചെയ്യുകയും ചെയ്യുമെന്ന് എനിക്ക് സംശയം ഇല്ല. ഇപ്പോൾ സർക്കാരിന്റെ ഭാഗത്ത്, ഇപ്പോൾ കേരള സർക്കാരിന്റെ ഭാഗത്തു നിന്നൊരു സമ്മർദ്ദം ഉണ്ടായി. അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ, ഏകോപനം, ഇപ്പോൾ ചീഫ് സെക്രട്ടറി തലത്തിൽ അതിലൊരു ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്. മുഖ്യമന്ത്രി കൃത്യമായ കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. കോഴിക്കോട് കളക്ടർ, ജില്ലാ ഭരണകൂടം ഇതിലൊരു കൃത്യമായൊരു മോണിറ്ററിംഗ് അതിലുണ്ടാകണം എന്ന തരത്തിലുള്ള നിർദ്ദേശം പോയിട്ടുണ്ട്. ഇതിന്റെയൊക്കെ ഒരു തുടർച്ച എന്നോണം മാത്രമാണ് ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഇവരുടെ കുടുംബത്തിന് പോലും ഒരു മറുപടി ലഭിക്കുന്നത് എന്നത് എത്രത്തോളം സങ്കടകരമായ സാഹചര്യമാണ് ശ്രീ വസന്ത്? ഇടപെടലുകൾ ഉണ്ടായിട്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല. അതുണ്ടായിട്ടുണ്ട്, നല്ല കാര്യം, ഉണ്ടാവുകയും വേണം. പക്ഷെ അതിന്റെ ഭാഗമായി മാത്രമാണ് അവിടുത്തെ സർക്കാർ പണിയെടുക്കുന്നതെന്നൊക്കെ പറഞ്ഞാൽ അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഞാൻ പറഞ്ഞല്ലോ, കോൺഗ്രസിനെ സംബന്ധിച്ച് ഇന്ത്യയിൽ രണ്ടാമത് കേരളത്തിൽ നിന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് തന്നെ അവിടുത്തെ മുഖ്യമന്ത്രിയുമായി നേരിട്ട് സംസാരിച്ചിട്ടുണ്ട്. വളരെ കൃത്യമായി അവര് കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. കേരളത്തിന്റെ മുഴുവൻ ആശങ്ക, മലയാളികളുടെ മുഴുവൻ ആശങ്ക ശ്രീ KC വേണുഗോപാൽ അവിടുത്തെ മുഖ്യമന്ത്രിയെ നേരിട്ട് അറിയിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ ആശങ്ക അവർ പരിഗണിച്ചിട്ടുണ്ട്. അത് ആര് വിളിച്ചു, ഇപ്പൊ പിണറായി വിജയൻ വിളിച്ചോ അല്ലെങ്കിൽ വേറെ ആര് വിളിച്ചോ എന്നുള്ളതല്ല, സർക്കാരിൽ നിക്ഷിപ്തമായ ഒരു ഉത്തരവാദിത്വമുണ്ട്. അങ്ങ് പറയുന്നത് പോലെ ആ ഉത്തരവാദിത്വം കൃത്യമായി നിർവഹിക്കപ്പെടുകയും വേണം. അത് ചെയ്യുന്നുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നമുക്ക് പ്രാർത്ഥനയോടുകൂടി ആ സർക്കാരിനൊപ്പം തൽക്കാലം നിൽക്കാം. അതിനുശേഷം ബാക്കി പ്രവർത്തനങ്ങളിലേക്ക്. അല്ല, അതിലേക്ക് കടക്കുന്നതിന് മുൻപ് ഒരു കാര്യം കൂടി. ഇപ്പോൾ നമുക്ക് ബംഗളൂരുവിൽ നിന്നുള്ളൊരു മാധ്യമ പ്രവർത്തകൻ ഈ ചർച്ചയിലുടനീളം പങ്കെടുക്കുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, വിളിച്ചു വരുത്തിയൊരു ദുരന്തം എന്നല്ലാണ്ട് ഇതിനെക്കുറിച്ച് മറ്റൊന്നും പറയാനില്ല എന്നതാണ്. ആ പ്രദേശത്തിന്റെ ഒരു അവസ്ഥ കൊണ്ട് അവർക്ക് ഓരോരുത്തർക്കും പറയേണ്ടി വരുന്നത്. കാരണം മുൻപും പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടായിട്ടുള്ള ഒരു
ഒരു സാഹചര്യമുണ്ട്. അത്തരത്തിലൊരു പ്രദേശത്ത് നടത്തേണ്ട രക്ഷാപ്രവർത്തനത്തിൽ കൃത്യമായൊരു ആക്ഷൻ പ്ലാനോട് കൂടി അല്ലാണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളത് സാധ്യമല്ല. അത് ഈ നിമിഷം ഇതുവരെയും ഒരു കോമ്പൻസേറ്റ് ചെയ്യുക എന്നുള്ള ഒരു സാമാന്യമായൊരു മര്യാദ എന്നൊരു ഘട്ടമുണ്ടല്ലോ ശ്രീ വസന്ത്. 76 മണിക്കൂർ പിന്നിട്ട് നിരവധി ജീവനുകൾ മണ്ണിനടിയിൽ കുടുങ്ങിക്കിടക്കുകയാണ്. ഇപ്പോൾ ഈ വിദഗ്ധർ ഓരോരുത്തരും പറയുന്നു ഇപ്പോഴും അവർ ജീവനോടെ ഇരിക്കാൻ സാധ്യതകൾ ഏറെയാണെന്ന്. അതിന് പര്യാപ്തമാകുന്ന നിലയ്ക്ക് ഇപ്പോൾ ഒരു ഇടപെടൽ ഉണ്ടാകുന്നുണ്ട് എന്നങ്ങ് വിശ്വസിക്കുന്നുണ്ടോ? കാവ്യ, അതിന് തൊട്ട് ഞാൻ പറയുന്നത് അതിന് പര്യാപ്തമായ ഇടപെടലുകൾ ഉണ്ടാവുന്നുണ്ട്. അത് സ്വാഭാവികമായും ഒരുപക്ഷെ അങ്ങ് പറയുന്നത് പോലെ കേരള മുഖ്യമന്ത്രിയുടെ ഫോൺ കോൾ കൊണ്ടോ അല്ലെങ്കിൽ ഞാൻ പറയുന്നത് പോലെ കോൺഗ്രസ് ജനറൽ സെക്രട്ടറിയുടെ കോളൊന്നുമില്ല, ചിലപ്പോൾ അങ്ങനെ ആയെന്നും വരാം. എന്തുമായിക്കോട്ടെ, പക്ഷേ ഗതാഗത സംവിധാനം പുനഃസ്ഥാപിക്കുന്നതിനപ്പുറത്തേക്ക് ഇന്ന് രാവിലെ മാത്രമാണ് രക്ഷാപ്രവർത്തനം എന്ന നിലയ്ക്ക് അവിടെ ഒരു ഇടപെടൽ ഉണ്ടായത് സർക്കാരിന്റെ ഭാഗത്തു നിന്ന്. 4 ദിവസം പിന്നിട്ടിരിക്കുന്നു. അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു അൺഎക്സ്പെക്ടഡ് ഇവന്റ് ആണ്. സർക്കാരോ മറ്റാരും പ്രതീക്ഷിക്കാത്ത ഒരു ഇവന്റ് ആണ്. അവിടേക്ക് കടന്നു ചെല്ലാനുള്ള ചില ടെക്നിക്കൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. അത് പരിഹരിക്കപ്പെട്ട് തന്നെയാണ് പോരുന്നത്. നോക്കൂ, ഇപ്പൊ നമുക്ക് തിരുവനന്തപുരത്ത് അങ്ങിരിക്കുന്ന തിരുവനന്തപുരത്ത് ഒരു വിഷയമുണ്ടായിട്ട് നമുക്ക് ഒരു പാവപ്പെട്ടവനെ രക്ഷിച്ചെടുക്കാൻ പറ്റില്ല. വിഷയമുണ്ടായ ആ സെക്കൻഡിലുള്ള ഇടപെടലിനെ കുറിച്ചല്ലേ, ജീവനോട് അദ്ദേഹത്തെ പുറത്തെടുക്കാൻ കഴിഞ്ഞില്ല എന്നത് ഏറ്റവും വിഷമകരമായ ഘട്ടമാണ്. പക്ഷേ ആ സെക്കൻഡിൽ ഈ വിഷയമുണ്ടായി എന്ന് അറിയുന്നത് മുതലുള്ള ഇടപെടലല്ലേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ശ്രീ വസന്ത്? അതെ, ആണ്, സ്വാഭാവികമാണ്. അല്ല എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. സംസ്ഥാന മുഖ്യമന്ത്രി അത് കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടി അവിടെ എത്തിയോ? ഏതെങ്കിലും ജില്ലയുടെ ചുമതലയുള്ള മന്ത്രിമാരെത്തിയോ? ഏറ്റവും കൃത്യമായി നഗരസഭയുടെ ഉദ്യോഗസ്ഥർ അവിടെ ഉണ്ടായിരുന്നു, MLA അടക്കമുള്ളവരുണ്ടായിരുന്നു, കോർപ്പറേഷന്റെ മുൻ മേയർമാർ അടക്കമുള്ളവർ അവിടെ ഉണ്ടായിരുന്നു, മറ്റെല്ലാവിധമായ സംവിധാനങ്ങളും അവിടെ ഏകോപിപ്പിക്കപ്പെടുന്നുണ്ടായിരുന്നു. കേന്ദ്രത്തിന്റെ കീഴിൽ കാവ്യ കേൾക്കൂ, ഭരണശിലാകേന്ദ്രത്തിന്റെ മൂക്കിന് താഴെ നടക്കുമ്പോ മുഖ്യമന്ത്രി, ജില്ലയുടെ ചുമതലയുള്ള മന്ത്രിമാർ, ആ ജില്ലയിൽ നിന്നുള്ള മന്ത്രിമാർ, MLA മാർ, MP മാർ തുടങ്ങിയുള്ളവർ ചേർന്നൊരു ടീമാണല്ലോ അത് കോർഡിനേറ്റ് ചെയ്യാൻ. ഈ നഗരസഭ ഉദ്യോഗസ്ഥർ അല്ല, നമുക്ക് ആ നിലയ്ക്കുള്ള ചർച്ചയിലേക്ക്, താരതമ്യ ചർച്ചയിലേക്ക് കടക്കുമ്പോൾ നമ്മൾ ഓരോ വിഷയവും എടുത്ത് ചർച്ച ചെയ്യണം. ഈ ആമേഴഞ്ചാൻ തോട്ടിലടക്കമുള്ള വിഷയങ്ങളടക്കം ഓരോന്നും ചർച്ച ചെയ്യണം ശ്രീ വസന്ത്. പക്ഷേ അതിലേക്ക് കടക്കും മുൻപ് ഇപ്പോൾ നടക്കുന്ന രക്ഷാപ്രവർത്തനം പര്യാപ്തമാണ് എന്ന് അങ്ങേക്കോ അങ്ങയുടെ പാർട്ടിക്കോ പൂർണ്ണമായും പറയാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. അത് യാഥാർത്ഥ്യമാണ്. അങ്ങും അതിന് സമ്മതിച്ച് നൽകുന്നില്ലേ? ഒരിക്കലും ഇല്ലല്ലോ. ഞാൻ അതാണ് പറഞ്ഞത്. കൃത്യമായ ഇടപെടലുകൾ കോൺഗ്രസ് പാർട്ടിയുടെ ഭാഗത്ത് നിന്ന്, പ്രത്യേകിച്ച് കേരളത്തിൽ നിന്നുള്ള കോൺഗ്രസ് നേതാക്കൾ കൃത്യമായി അവർക്കാവുന്ന രീതിയിൽ അവിടുത്തെ സർക്കാരുമായും പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുമായും സംസാരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. കേരളത്തിന്റെ കോൺഗ്രസ് പാർട്ടിയുടെ വിഷമമല്ല, കേരളത്തിന്റെ പൊതുവിൽ മലയാളികളുടെ ബുദ്ധിമുട്ട്, നമ്മുടെ ആശങ്ക കൃത്യമായി ശ്രീ KC വേണുഗോപാൽ മലയാളികളെ മുഴുവൻ പ്രതിനിധീകരിച്ചുകൊണ്ട് അദ്ദേഹം അവിടുത്തെ മുഖ്യമന്ത്രിയുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. ആയതെല്ലാം, പര്യാപ്തമായതെല്ലാം ചെയ്യുമെന്ന് അവർ നമുക്ക് വാക്ക് നൽകിയിട്ടുണ്ട്.